ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിയുടെ ക്യാരറ്റ് ഷേക്കാട്ടോ. ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ട് ഷേക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയാൽ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ക്യാരറ്റ് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് 4 ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. വട്ടത്തിൽ അരിഞ്ഞെടുത്ത ശേഷം ഒന്ന് വേവിച്ചിട്ടാട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ദാ 4 ക്യാരറ്റും ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞെടുത്ത് കഴുകിയെടുത്ത ശേഷം വട്ടത്തിൽ അരിയുന്നുണ്ട്. വട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. ഇത്തിരി കനം കുറച്ചായിരിക്കും. നമുക്ക് വേവാൻ കണക്കിന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ഞാൻ ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാമേ. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 3-4 മിനിറ്റ് മതി. അപ്പോൾ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. നമുക്ക് അരച്ചെടുക്കുന്നത് അടിച്ചെടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഇത് വെന്ത ശേഷം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. മാറ്റിയ ശേഷം നല്ലതുപോലെ തണുത്ത ശേഷം വേണം നമുക്കിത് അടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയ ശേഷം ഇത് നിരത്തി കൊടുക്കാം. അപ്പോൾ ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേനും ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കുന്നത് ബദാമാണ്. ബദാം ഒരു 10-15 എണ്ണത്തിലേറെ ഉണ്ട് കേട്ടോ, ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുതിർത്ത് തൊലി കളഞ്ഞ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമില്ല, ഞാൻ കുതിർത്താട്ടോ എടുത്തത്. അതും ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തണുത്ത ശേഷം ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്തെടുത്ത് വെച്ച ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ബദാം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ക്യാരറ്റ് മാത്രമായാലും മതിയേ. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക പൊടിച്ചതാട്ടോ. തൊലി മാറ്റിയിട്ട് കുരു മാത്രം പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് എന്തോ ഒരു ആവശ്യമുണ്ട് അതനുസരിച്ച് ഇട്ട് കൊടുക്കും. ഞാൻ ഇപ്പോൾ ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പഞ്ചസാരയും കൂടി ഇട്ട ശേഷം നമുക്കിത് ആദ്യം മിക്സിയിൽ അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് ഞാൻ പാൽ നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പാല് നല്ല കട്ടിയായിട്ടൊന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിന് ശേഷം ഇട്ടിരുന്ന 1 സ്പൂൺ ബൂസ്റ്റാണ്. ബൂസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇല്ലാതെ അരച്ചാലും നല്ല ടേസ്റ്റാട്ടോ. ഇതായിട്ട് അടിച്ചെടുത്തോണ്ട് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് ഷേക്കിങ്ങിന് ഉണ്ടാക്കിയാൽ. ഇനി ക്യാരറ്റ് നിങ്ങൾക്ക് വേവിക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ടേസ്റ്റ് ക്യാരറ്റ് ഇതുപോലെ വേവിച്ചെടുത്തിട്ട് ഷേക്ക് അടിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ക്യാരറ്റ് വേവിച്ച ശേഷം പാല് കട്ടയാക്കാതെ പാലായിട്ട് തന്നെ നമുക്ക് ഒഴിച്ചും അടിച്ചെടുക്കാം. ഇത്തിരി ലൂസായിട്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ എടുത്താലും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാരറ്റ് ഷേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാട്ടോ. ഇത് ഈ ചൂട് സമയത്ത് കുടിക്കാൻ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് ക്യാരറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്